ഹലോ ഗൈസ്, നമ്മൾ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി ഒരു ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടി ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായി മീൻസ് നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞിരിക്കുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മസാല നമുക്ക് ചൂടാക്കിയെടുക്കാം. ചിക്കൻ മസാലയും മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമാണ് നമ്മൾ ആ പച്ചമുളക് എടുത്തിരിക്കുന്നത്. പച്ചമുളകിന് നല്ല എരിവുണ്ട്. പിന്നെ ആ മസാലയൊക്കെ ചൂടായതിനു ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായി പെറുക്കിയിടാനുണ്ട്. ആദ്യമായി മുളകിടുന്നു, 3 മുളകിടുന്നു, പിന്നെ തക്കാളി ഇടുന്നു. സാധാരണ എല്ലാവരും ഉള്ളി വഴണ്ടതിന് ശേഷമാണ് തക്കാളി ഇടുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോഴാണ് തക്കാളി ഇടുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം ചിക്കൻ ഓരോന്നോരോന്നായി ഇടുക. ഇവിടെ മേടിച്ച് 2 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ കറി വെക്കുന്നത്. സാധാരണ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കാണ് കറി വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് കറി വെക്കുന്നു, കാരണം അതൊരു ചെറിയ കോഴിയായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാം പെറുക്കിയിടാം. അതിനുശേഷം കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് വേഗം വെക്കുക. കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഒഴിച്ച് വെന്തതിന് ശേഷം നമുക്ക് നല്ല ചൂട് ചക്കയുടെ കൂടെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്യണേ.